ഭീകരന്റെ മരണത്തിൽ കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധം സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഭീകരൻ മരിച്ചപ്പോൾ ആ ഭീകരന് വേണ്ടി ഇവിടെ നടത്തുന്ന പ്രതിഷേധം അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിലൂടെ കേരളം കടന്നു പോകുന്ന സമയമാണിത്. വയനാട് ചൂരൽമല മുണ്ടക്കൈയിലായി 300 പേർ മരിക്കുകയും ഏതാണ്ട് 200ഓളം പേരെ കാണാതാവുകയും ചെയ്ത മഹാദുരന്തത്തിൽപ്പെട്ട കേരളം വിറങ്ങലടിച്ചു നിൽക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOയ്ക്കും യുവജന വിഭാഗമായ സോളിറ്റാരിക്കുമൊക്കെ തിരക്കാണ്. 4000 കിലോമീറ്റർ അകലെ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ തലവനായ ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരൻ കൊല്ലപ്പെട്ടതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനാണിത്. ഹനിയ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതോടെ ഈ പെരുമഴയെ അവഗണിച്ചും കേരളത്തിൽ പലയിടത്തും ചെറുതും വലുതുമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഹിജാബ് ധരിച്ച സ്ത്രീകൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രകടനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇസ്മായിൽ ഹനിയ അസ്ലാം ഇല്ല മരിക്കുന്നില്ല, വിശുദ്ധ മണ്ണിൽ വിമോചന പോരാട്ടത്തിന് പാതയിൽ മുന്നിൽ നയിച്ച നേതാവേ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി വികാരഭരിതമായിട്ടാണ് പല പ്രകടനങ്ങളും. ഇതിന്റെ വീഡിയോകൾ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ എന്തിനാണ് ഇവിടെ പ്രതിഷേധമെന്നാണ് ചോദ്യം. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചോ ജിഹാദിസത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്തവരുടെ സംശയമാണിതെന്നാണ് എക്സ് മുസ്ലിം സ്വതന്ത്ര ചിന്തകനായ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് പറയുന്നത്. ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ ആശയം കൂടിയാണ്. അതിന്റെ ഒരു ചെറിയ രൂപമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഏതൊരു കോണിലും ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയമുണ്ടാകുമ്പോൾ അത് തങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കാൻ ഇസ്ലാമിന് കഴിയും. അത് അപകടകരമാണ്. അങ്ങനെയാണ് ബില്ലാദന് വരെ ഈ നാട്ടിൽ ആരാധകർ ഉണ്ടാവുന്നതെന്ന് ആരിഫ് പറയുന്നു. ഹമാസ് തലവന്റെ മരണവാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ വലിയ നിലവിളിയാണ് നടത്തുന്നത്. 1000-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെ നിശേഷം ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. നിരവധി വധശ്രമങ്ങളെ അതിജീവിച്ച ഹനിയ ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഖത്തറിലെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയതോടെയാണ് മൊസാദ് ഹനിയെ വകവരുത്തിയത്. ശതകോടീശ്വരൻ കൂടിയാണ് ഹനിയ. ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ഇസ്ലാമിക സംഘടന ഇപ്പോൾ ഹമാസ് ആണ്. ഇസ്രായേലിന്റെ കൊടിയാക്രമണത്തിൽ വിറങ്ങലിച്ച ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും വകുപ്പില്ലാതെ ഗാസക്കാർ ദുരിത ജീവിതം നയിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വിറ്റ് കോടീശ്വരനായ ഹമാസ് നേതാക്കൾ സുഖജീവിതം നയിക്കുകയാണെന്ന് വേൾഡ് ടുഡേ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു ഭീകരന് വേണ്ടിയാണ് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ തിളയ്ക്കുന്നത്.